ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 2 കിലോയുടെ അകത്തുള്ള ഒരു ചിക്കനാണ്. വെയിറ്റ് കുറഞ്ഞ ചിക്കൻ ആയിരിക്കണം, ചെറിയ ചിക്കനും ആയിരിക്കണം. എന്നാലേ നമുക്കിത് നല്ലോണം മുരിഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക. അടുത്തതായി ചിക്കൻ നല്ലോണം വരഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മസാലയും ഒക്കെ ഇതിൻ്റെ അകത്ത് പിടിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മളിന് വെള്ളത്തിൽ മുക്കിയിടാൻ പോവുകയാണ്. വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3/4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ മുക്കിയിടുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടത് വിനാഗിരി വേണം, ഒരു പച്ചവളവ് വേണം, ഒരു നാരങ്ങ കീറി പിഴിഞ്ഞൊഴിച്ച് ഇട്ട് കൊടുക്കുക. അത് തൊലിയോടുകൂടി കിടക്കട്ടെ. അതിൻ്റെ അകത്ത് ഒരു 3/4 മണിക്കൂർ മുങ്ങിക്കിടക്കണം. അപ്പം ഇതിൻ്റെ അകത്തെല്ലാം നല്ലോണം നല്ല ഇറച്ചി ഇതിൻ്റെ മാംസം നല്ല വൃത്തിയായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇത് കണക്കൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്ത് ചിക്കൻ അതിൻ്റെ അകത്ത് മുക്കി വെക്കുക. ഒരു പച്ചവളവ് കീറിയിടുക, ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് തൊലി അതിൻ്റെ അകത്ത് ഇട്ടേക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 1/2 മണിക്കൂർ കൂടുതൽ സെറ്റ് ചെയ്യാൻ വെച്ചേക്കണം. എന്നാലേ ഇതിൻ്റെ രക്തമെല്ലാം കൂടെ ഒന്ന് ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് വരും. ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നല്ല കട്ടിയായിപ്പോവും, ഡ്രൈ ആയിപ്പോവും ചിക്കൻ. ഇതൊരു ടിപ്പാണ്. നമ്മൾ ചിക്കൻ വെള്ളത്തിൽ മുക്കി വെച്ചേക്കല്ലേ, അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി തോന വേണം, ഇത്രയും തോന വേണ്ട, ഇച്ചിരി നമുക്ക് കണ്ടത് മാറ്റാം. ഇച്ചിരി തോന വേണം. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഇച്ചിരി തോന വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മസാല നമ്മൾ ചൂടാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ എണ്ണയും ഒക്കെ ഒഴിക്കുമ്പോൾ ഇച്ചിരി തോന വേണം. ഇനി അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയേക്കാളും തോന. എന്നിട്ട് നമുക്ക് ഇത് മസാലപ്പൊടിയും മുളക് പൊടിയുടെ അത്രയും മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ വെച്ച് ബാക്കി ഏത് ഓയിൽ ഉപയോഗിക്കാം. സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് ഇച്ചിരി തോന ഒഴിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ല വൃത്തിയായിട്ട് കുഴഞ്ഞല്ല, ഇച്ചിരി ലൂസ് പരുവത്തിൽ കിട്ടണം. ഒന്ന് ഇളക്കി കൊടുക്കുക. വൃത്തിയായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ച് നോക്കുക. ഇച്ചിരി എണ്ണയുടെയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് യോജിപ്പിക്കുക. കാരണം നമ്മൾ ചട്ടി വെച്ച് ഇത് ചൂടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇച്ചിരി ഓയിലുള്ള നല്ലതാണ്. വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ചട്ടിയിൽ. ഇനിയിപ്പോൾ ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോളും. ചെറുതായിട്ട് മതി മൂക്കേണ്ടത്. തോന മൂത്ത് നമ്മൾ കരിഞ്ഞു പോകരുത്. വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു നല്ലോണം സെറ്റായിട്ടുണ്ട്. 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി അത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ചിക്കൻ എടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉപ്പ് തേച്ച് പിടിപ്പിക്കണം. ഉപ്പ് ഇച്ചിരി തോന വേണം. സാധാരണ ഉപ്പ് ഇച്ചിരി തോന ചേർക്കാൻ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഉപ്പായി പോകുമല്ലോ എന്ന്. പക്ഷെ എന്നല്ല, ഇച്ചിരി ലേശം കൂടുതൽ ഉപ്പ് ചേർത്താലേ നല്ല ടേസ്റ്റ് കിട്ടും, ഇതിൻ്റെ നല്ലോണം പിടിക്കത്തുള്ളൂ. അതുപോലെ ഉപ്പ് നല്ല എല്ലാ ഭാഗങ്ങളിലും എല്ലാം നമ്മൾ വരഞ്ഞ് വെച്ച എല്ലാ സൈഡിലും നല്ലോണം ഉപ്പ് ഇച്ചിരി തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഉപ്പിന് തേച്ച് പിടിപ്പിക്കുക നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ട് അവസാനം ചെയ്ത് വരുമ്പോൾ നമ്മൾ ചെറിയ ഉപ്പേ കാണത്തുള്ളൂ, അത്യാവശ്യമുള്ള ഉപ്പേ കാണത്തുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉപ്പ് തേച്ച കണക്ക് തന്നെ അതിൻ്റെ ഇടയിലെല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗങ്ങളിലും വൃത്തിയായിട്ട് മസാല പിടിപ്പിക്കണം. മസാല തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം തേച്ച് കൊടുക്കരുത്. അധികം ഒന്ന് മസാല പിടിച്ച് അതിൻ്റെ അകത്ത് തോന ഓവറായാൽ പോയാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതെല്ലാം വേസ്റ്റായി പോകും. അതെല്ലാം കരിഞ്ഞു പോകും, തറയിൽ വീണ് അതെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ട രീതിയിൽ അകത്ത് പിടിക്കത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ട് മസാല തേച്ച് കൊടുക്കണം. ചിലപ്പോൾ ചിലർ ചെയ്യുമ്പം മസാല വെളിയിൽ നല്ലോണം പിടിക്കാൻ, പക്ഷേ അകത്ത് നല്ലോണം മസാല പിടിക്കുന്നില്ല എന്നൊരു പരാതി വരും. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് മസാല നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇത് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മസാല വൃത്തിയായിട്ട് ഇതിൻ്റെ അത് പിടിക്കണം. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഇത് മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടി വെച്ചാൽ മതി 1 മണിക്കൂർ. അപ്പോൾ ഇങ്ങനെ ഈ 2 പ്രോസസ്സ് ഞാൻ ചെയ്യാൻ നല്ല സമയമെടുക്കും. ടൈം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും.
ഗ്രില്ല് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ വേണം. അപ്പം ഇത് തയ്യാറാക്കേണ്ടവർ തലേന്നേ ഇതിൻ്റെ രാത്രിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ജോലിയില്ല. അതായത് പിറ്റേന്നാ രാവിലെ ഉച്ചയ്ക്ക് വേണ്ട ചെയ്യേണ്ടെങ്കിൽ രാവിലെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. എന്നാലേ നമുക്ക് ഉച്ചയ്ക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. ചിക്കൻ ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ആയി വെച്ചിട്ട് അങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കെട്ട് കമ്പി, പിന്നെ ആ റോഡാണ്. നമ്മൾ ഓവനിൽ കൂടെ കിട്ടുന്ന റോഡുണ്ട്, അത് വേണം. അത് നല്ലോണം ഇതിൻ്റെ അകത്ത് കയറ്റി നല്ല വൃത്തിയായിട്ട് കയറ്റി നല്ല അതിൻ്റെ സൈഡിൽ കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ നടുക്കൂടെ കൊടുത്ത് അത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സൈഡിൽ കൂടെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാലുമൊക്കെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ഇല്ലെങ്കിൽ ഓവനിൽ കിടന്ന് കറങ്ങുമ്പം ഇത് അവിടെ ഇവിടെയൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് കെട്ടി കൊടുക്കേണ്ടതുണ്ട്. വൃത്തിയായിട്ട് ഇതാണ് ഒരു കെട്ട് കമ്പി എടുത്ത് കെട്ട്. ഇനിയിപ്പം മൊത്തം കെട്ടുന്നതിൻ്റെ പരിപാടിയാണ്. ചിക്കൻ ടൈറ്റായിട്ട് കെട്ടാനുണ്ട്, പിന്നെ ചിറകിൻ്റെ ഭാഗം കെട്ടേണ്ടതുണ്ട്, ചിക്കനെ മുഴുവൻ മൊത്തത്തിൽ ഒരു ടൈറ്റായിട്ട് കെട്ടേണ്ടതുണ്ട്. അപ്പം പല രീതിയിൽ കെട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ചിറകിൻ്റെ ഭാഗവും നമുക്ക് ഇതേ കണക്ക് വെച്ച് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. ടൈറ്റായിട്ട് കെട്ടി ബാക്കി കമ്പിയുടെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ്. അടുത്തതായിട്ട് റോഡിൻ്റെ കൂടെ കിട്ടുന്ന ഈ സെക്ഷൻ, ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ലോണം പ്രസ് ചെയ്ത് കയറ്റണം. ഇല്ലെങ്കിൽ ചിക്കൻ കറങ്ങത്തില്ല. നല്ലോണം പ്രസ് ചെയ്ത് നട്ടിട്ട് മുറുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഓവൻ ഓണാക്കി എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ആദ്യമേ ഇട്ട ഭാഗം അടുത്ത ഭാഗമാണ്. ഈ ഭാഗം വെക്കരുത്, ഈ ഭാഗം രണ്ടാമത് വെക്കേണ്ടത്. മറ്റേ സെക്ഷൻ അതിൻ്റെ അകത്തോട്ട് വെച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഡോർ അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത റോസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇനി ചെയ്യേണ്ടത്. റോസ്റ്റ് എന്നാണ് നമ്മൾ റോസ്റ്റ് എന്നുള്ളത് എടുക്കുക. അതിൻ്റെ റോസ്റ്റായി. ഇപ്പോൾ 60 മിനിറ്റായി, അതായത് 1 മണിക്കൂർ 190 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ നമുക്ക് ഓണാക്കി കൊടുക്കാം. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് ഗ്രില്ലായിക്കോളും, റോസ്റ്റ് ആയിക്കോളും. നമ്മളെ റോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫാക്കാം. സൂപ്പർ ടേസ്റ്റി റോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയെടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഓക്കെ, നമ്മളെ ചിക്കൻ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കമ്പിയെല്ലാം ഊരുക. അതിൻ്റെ അകത്ത് കെട്ടി വച്ചേക്കുന്ന കമ്പികളെല്ലാം ഊരി മാറ്റുക. ശ്രദ്ധിച്ചോടെ എല്ലാം മാറ്റുക. സൂപ്പർ ടേസ്റ്റി റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.